ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് എന്താണ്, സെപ്റ്റംബർ മന്ത്ലി റീഡിംഗ്, അതിൽ കരിയർ, റിലേഷൻഷിപ്പ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിൽ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. പക്ഷെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ ഇമെയിൽ ചെയ്യുക ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ആൻഡ് വെബ്സൈറ്റിൽ നിങ്ങൾ പോയി അവിടെ ഒരു വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചാറ്റ് ചെയ്യാൻ പറ്റും. അവിടെയും ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ഇതൊരു പെയ്ഡ് റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ്, പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. പക്ഷേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സെപ്റ്റംബർ മന്ത്ലി റീഡിങ്ങിൽ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്കിപ്പോൾ പോയി അവിടെ നോക്കാം, എന്താണ് വരാൻ പോണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? പാസ്റ്റിലാണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി. കറണ്ട് എനർജി നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൻ്റെ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർ ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 4 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് അഡ്വൈസ് 8 ഓഫ് സോഡ്സ്. ആൻഡ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 3 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ഓവറോൾ എനർജി ലവേഴ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം നമ്മൾ എൻഡിലാണ് ഇത് നോക്കാൻ പോണത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെക്കാം, എൻഡിൽ ഇത് റിവീൽ ചെയ്യാം. അപ്പോൾ ഏരീസ്, ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ലവേഴ്സ് ആണ്. അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് കാണിക്കുന്നത്. ജെമിനി എനർജി ആണ് ഇത്. പക്ഷേ നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പിൽ എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്, ഓരൽസ് എന്തോ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓവറോൾ എനർജിയിൽ നിങ്ങളുടെ ലവേഴ്സ് കാണുന്നത്. നിങ്ങൾ സിംഗിൾ ആണെന്ന് വെച്ചാൽ മേ ബി നിങ്ങളൊരു പേഴ്സണെ മീറ്റ് ചെയ്ത് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഇൻസ്റ്റൻറ്റ് കണക്ഷൻ ഫീൽ ചെയ്യും. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ മേ ബി ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇതൊരു ചീത്ത മെസ്സേജ് അല്ല, പറഞ്ഞ ഒരു നെഗറ്റീവ് മെസ്സേജ് അല്ല, പക്ഷേ മേ ബി എന്തോ ഒരു ഡീപ്പനിങ് ഓഫ് ലവ് മാതിരി ഒരു എനർജി എന്നുവെച്ചാൽ ലവേഴ്സ് ഒരു പോസിറ്റീവ് മെസ്സേജാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ലവേഴ്സിൻ്റെ എനർജി, ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഓവറോൾ എനർജി ആയിട്ട് കാണുന്നത്? ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ മേ ബി ഒരു ക്യാൻസർ ആയിരിക്കാം, ഓറൽസ് ഒരു സ്കോർപ്പിയോ പൈസീസും ആവാം. പക്ഷെ ഇവിടെ കുറെ ലവ് ആണ് ഞാൻ കാണുന്നത് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന്. ആദ്യം ഇവിടെ ക്യാൻസർ ആണ് കാണുന്നത്. അപ്പോൾ മേ ബി നിങ്ങളൊരു ക്യാൻസേരിയന്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇത് പക്ഷേ ഒരു സ്ട്രോങ് കണക്ഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ആൻഡ് ഇവിടെ ഒരു ചോയ്സിന്റെ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾ കുറേ കരിയർ ഫോക്കസ്ഡ് ആയിരുന്നു പാസ്റ്റിൽ, ഓർ മേ ബി നിങ്ങളുടെ ഇതൊരു വർക്ക് കലീഗ് ആയിരിക്കാം, ബോസ് ആയിരിക്കാം, ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. ഇവിടെ എന്തോ ചാലഞ്ചസ് ഉണ്ടായിരുന്നു നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക്. ഇതൊരു ഫാമിലി മെമ്പറും ആവാം. ഓക്കെ, പക്ഷെ നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സന്റെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ, കരിയറിൽ, ലവ് റിലേഷൻഷിപ്പിൽ. എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയോ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി ഇവിടെ പാസ്റ്റിൽ ഉണ്ടായിരുന്നു. അത് ആ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അവിടെയല്ല, നിങ്ങളെ വേറെ എവിടെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എന്താണ്?
അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ കുറെ വേറെ ഓപ്പർച്യൂണിറ്റീസും വരാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് അതിൽ ശ്രദ്ധ ഉണ്ടാച്ചാലേ നിങ്ങൾ അത് യൂസ് ചെയ്യൂ. നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയാണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ അത് മിസ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ച് സൂക്ഷിക്കണം. എന്തെങ്കിലും മെയിലിൽ ഇല്ലാച്ചാൽ മിസ്ഡ് കോൾ ആയിട്ട് എന്തെങ്കിലും യുനോ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മിസ് ഔട്ട് ആവും. ഇവിടെ ഇപ്പോൾ കറണ്ട് എനർജിയിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട് ലൈഫിൽ. മേ ബി നിങ്ങൾ നിങ്ങളുടെ കരിയർ ആൻഡ് പേഴ്സണൽ ലൈഫിനെ ബാലൻസ് ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷേ ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഹെർമിറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഒരു ഐസൊലേഷനും ഉണ്ട് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യേണ്ട എല്ലാം കൂടിയും ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ. ഇവിടെ ഒരു ലവ് ഓഫറും ഉണ്ട്. പക്ഷെ മേ ബി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറച്ചൊരു റെക്ലൂസീവ് എനർജിയിലാണ് ഈ മാസം. ഓക്കെ, സെപ്റ്റംബർ മാസത്തിൽ. പക്ഷേ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. ഈ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാലും നിങ്ങൾ ഈ ഡിസപ്പോയിൻമെന്റിന് ഹീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറെ ഹീലിംഗ് എനർജി ഉണ്ട്, കുറെ വിഷ് ഫുൾഫിൽമെന്റ് എനർജി ഉണ്ട്. നിങ്ങളുടെ വിഷസും ഫുൾഫിൽ ആവുന്നുണ്ട്. അക്വേറിയസ് എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പൊ ഈ ഹീലിംഗ് എന്തിലാണ്? അപ്പൊ എന്തോ ഒരു എൻഡിങ്, ഒരു ഷോക്കിംഗ് ഇവന്റ് നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് ആ ഷോക്ക് നിങ്ങൾ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് ഇവിടെ ഒരു ഐസൊലേഷനിൽ പോയിണ്ടാവുക. പക്ഷെ ഈ ഷോക്കിംഗ് എൻഡിങ് കഴിഞ്ഞിട്ട് വരാൻ പോണ സമയം നിങ്ങളുടെ ഒരു ഹീലിംഗ് എനർജിയാണ്, കുറെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയാണ്. അപ്പോൾ എന്തോ എൻഡായിട്ട് ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ആ പുതിയ ബിഗിനിങ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ക്രോസ് റോഡ്സിലായിരിക്കും. എന്താ ചെയ്യണ്ടേ നെക്സ്റ്റ് അറിയാണ്ട് ഒരു പ്ലാനിങ്, സ്ട്രാറ്റജൈസിങ്ങിന്റെ എനർജിയാണ് അത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് ഒരു റെക്ലൂസീവ് എനർജി ആവാം. നിങ്ങൾ അത്ര ഓപ്പൺ അപ്പ് ആവണില്ല, നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യണില്ല ആരുടെ കൂടിയും. ആർക്കും അറിയില്ല നിങ്ങളുടെ മനസ്സിൽ എന്താ നടക്കണേന്ന്. അതല്ലാച്ച ഇതൊരു ഫിനാൻഷ്യലി കുറച്ചൊരു ടൈറ്റ് മാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിക്കണം. ഫിനാൻസസിൽ കുറച്ച് ശ്രദ്ധ വേണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓവർ സ്പെൻഡിങ് ഉണ്ടാവാൻ വഴിയുണ്ട്. ആൻഡ് അത് ചാലഞ്ച് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയാണ്. നിങ്ങൾ അത്ര അതിൽ ഓപ്പൺ അപ്പ് ആവണില്ല. ഓക്കെ, ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാം. മേ ബി ഫിനാൻഷ്യലി എന്തോ ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചുകൂടി ഒരു ഈ മാസം കുറച്ച് ചെലവ് കൂടാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. 8 ഓഫ് സോർഡ്സ് ഇവിടെ അഡ്വൈസ്. അപ്പോൾ ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തോന്നും ഇത് നിങ്ങൾ സ്റ്റക്കായിന്ന്, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ല എന്ന ഫീലിംഗ് വരും. പക്ഷെ അത് ഒരു മെന്റൽ ബ്ലോക്കാണ്. ഫിസിക്കലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിങ്ങൾ സിറ്റുവേഷനിലല്ല. നിങ്ങളെ ഈ കാർഡ് നിങ്ങൾ ഇവിടെ കണ്ട ഈ പേഴ്സൺ ആക്ച്വലി ടൈഡ് അപ്പ് ആണ്. പക്ഷെ നിങ്ങൾ ലിറ്ററലി അങ്ങനെ ടൈഡ് അപ്പ് അല്ല. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഇല്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും അത് നിങ്ങൾക്കൊരു ചോയ്സ് ഇല്ല, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായി. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് വാക്ക് അവേ ചെയ്യേണ്ട ചോയ്സ് ഉണ്ട്. ഒരു സിറ്റുവേഷൻ, ഒരു പേഴ്സണിൻ്റെ അടുത്തുനിന്ന് ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നില്ല. പക്ഷെ ആ സ്ട്രെങ്ത്തിന്റെ ആവശ്യമുണ്ട്, ആ ഇന്നർ സ്ട്രെങ്ത്തിന്റെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് വാക്ക് അവേ ചെയ്യുക പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണ്. ചില റിലേഷൻഷിപ്സ് വർക്ക്ഔട്ട് ചെയ്യണില്ല, ചില ജോലിയുടെ കാര്യം വർക്ക്ഔട്ട് ചെയ്യണില്ല. അങ്ങനെയൊക്കെ ഉണ്ടാച്ചാൽ ഇവിടെ എപ്പോഴും ഓൾവേസ് ഒരു ചോയ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ ആ ചോയ്സ് നിങ്ങൾ എടുക്കാൻ റെഡിയാണോ, തയ്യാറാണോ? അതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കണത്. ചോയ്സ് ഇല്ല എന്നല്ല, പക്ഷെ ഈ ചോയ്സ് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? 3 ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് ബ്രേക്ക് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് ബ്രേക്ക് എന്താണ്? ഹൈ പ്രീസ്റ്റസ്, സ്പൈസീസ് എനർജി.
എന്തോ ഒരു സൈലൻസ് ഞാൻ കാണുന്നുണ്ട്, എന്തോ ഒരു സീക്രട്ട് ഞാൻ കാണുന്നുണ്ട്, എന്തോ ഒരു സീക്രട്ട് പുറത്ത് ചിലപ്പോൾ വരാൻ പോകുന്നുണ്ട്. ഓറൽസ് ഇവിടെ ഒരു റിലേഷൻഷിപ്പിലാണ് ഹാർട്ട് ബ്രേക്ക് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു അപ്പോളജിയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടെച്ചാൽ ഇവിടെ ഒരു അപ്പോളജി ഉണ്ടാവാൻ വഴിയുണ്ട്, പക്ഷെ ഹാർട്ട് ബ്രേക്കും ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഫൈനൽ ഔട്ട്കം ഈ മാസത്തിൻ്റെ നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഫൈനൽ ഔട്ട്കം ആണ് ഹൈറോഫാന്റ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് നിങ്ങളുടെ മാരേജിനെ കുറിച്ചാണ്. നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ എന്തോ ഈ മാരേജ് റിലേഷൻഷിപ്പിലാണ് ഇതൊക്കെ ഉണ്ടാവാൻ പോണത്. ഓറൽസ് 2 of cups. മേ ബി നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ 7 of Pentacles ഉണ്ട്. 7 of Pentacles ഒരു വെയിറ്റിംഗ് എനർജിയാണ്. വെയിറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, വെയിറ്റ് ചെയ്യണ കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, എസ്പെഷ്യലി ഇവിടെ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ റീകൺസിലിയേഷൻ്റെ ചാൻസും ഉണ്ട്. ഓക്കെ, പക്ഷേ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങളുടെ ഡിസപ്പോയിൻമെൻറ്റ് എന്താണെന്ന് വെച്ചാലും ഞാൻ ഇവിടെ കാണുന്ന സിറ്റുവേഷൻ എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്യണം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിടാനുള്ള ചോയ്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ ഫൊർഗീവ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ മാതിരി ആരോ ഒരു ഫൊർഗീവ്നെസ് ചോദിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ ഫൊർഗീവ് ചെയ്യാൻ റെഡി ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ ആദ്യം റീകൺസൈൽ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. അതല്ലച്ചാ നിങ്ങൾ ഫൈനലി ഈ പേഴ്സണെ വിടാനാണ് ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യം, നിങ്ങൾക്ക് ഒരു മേ ബി ഒരു ഐഡിയൽ പാർട്ട്ണർ വേണം എന്നുണ്ടാവും, ഒരു ഫ്യൂച്ചറിൽ ഒരു പാർട്ട്ണർ വേണം എന്നുണ്ടാവും. അങ്ങനെ സിറ്റുവേഷൻ, അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു വിഷ് ഉണ്ടായിരുന്നു വെച്ചാൽ അതും ഫുൾഫിൽ ആവുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും, പക്ഷെ ഡെഫിനറ്റ്ലി ഇത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലും ഒരു വെരി ബ്യൂട്ടിഫുൾ ലവിങ് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നു. അപ്പോൾ ഇവിടെ 10 of Swords ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യും. എന്താ ഈ ഡിസപ്പോയിൻമെൻറ്റ് അല്ല വെച്ചാൽ അതിന് ഹീൽ ചെയ്ത് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഒരു പുതിയ സ്റ്റാർട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഏരീസ്. ഓക്കെ, അപ്പോൾ ഇത് 2 ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ്. ഒരു റീഡിങ്ങിൻ്റെ ഔട്ട്കം മേ ബി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ആൻഡ് മറ്റേ ടൈപ്പ് ഓഫ് റീഡിങ് എസ്പെഷ്യലി മാരീഡ് ആൾക്കാർക്ക് മേ ബി നിങ്ങൾ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിന് തന്നെ അതിൽ റീഇൻവെസ്റ്റ് ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ അതും ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഒരു ക്ലിയർ ആയിട്ട് ഔട്ട്കം പറയാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിങ് വേണം വെച്ചാൽ അത് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയി ഔട്ട്കം നിങ്ങൾക്ക് അവിടെ കിട്ടാം. ഇവിടെ ഹോൾഡ് ചെയ്യാൻ ഒരു വിഷൻ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി യൂണിവേഴ്സും ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളുടെ എന്താ വിഷൻ ഇല്ല വെച്ചാൽ അതിനെ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ഐഡിയ ഓഫ് ലൈഫ് എന്നുവെച്ചാൽ അതൊക്കെ മാനിഫെസ്റ്റ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. മേ ബി ഈ പേഴ്സൻ്റെ കൂടെ ആയിരിക്കില്ല, വേറെ പേഴ്സൻ്റെ കൂടെ ആയിരിക്കാം, ഓറൽസ് ഇങ്ങനത്തെ ഒരു ജോബിലായിരിക്കില്ല, വേറെ ഒരു ജോബായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെപ്റ്റംബറിൽ നിങ്ങൾ ഒരു പുതിയ ഡിറക്ഷനിലാണ് പോണത്. ആൻഡ് ആ ഡിറക്ഷൻ എന്താണെന്ന് അതിൻ്റെ ക്ലാരിറ്റിയും നിങ്ങൾക്ക് സെപ്റ്റംബറിൽ കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.